ഓക്കെ, താങ്ക് യു. ഞാൻ പറയുന്നത് ഈ പിള്ളേരെല്ലാവരും പോകണ്ട, നമ്മളെല്ലാവരും സ്റ്റേജിൽ തന്നേക്ക്, പിള്ളേരെല്ലാവരും സ്റ്റേജിൽ തന്നേക്ക്. സോ നമ്മുടെ അവാർഡ് സെറമണി നടക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ വൈകിക്കുന്നില്ല. എല്ലാവരും മനസ്സിലാക്കിയ പോലെ തന്നെ പൂജ ഈസ് നൗ എ വേൾഡ് റെക്കോർഡ് ഹോൾഡർ. സത്യത്തിൽ ഏതൊരു കൊച്ചിൻ്റെയും വിജയത്തിന് പിന്നിൽ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഇത്രയും പ്രായമുള്ള ഒരു കൊച്ചിൻ്റെ വിജയത്തിന് പിന്നിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ കൊച്ചിൻ്റെ പാരൻസ് ആയിരിക്കും. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഏതൊരു പിള്ളേരുടെയും വിജയത്തിനുമില്ല അവരുടെ പാരൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും അർഹതപ്പെട്ട ആ പാരൻസിനെ, അതായത് പൂജയുടെ അച്ഛൻ പ്രേം ചേട്ടനെയും അതുപോലെ തന്നെ പൂജയുടെ മദർ സംഗീത, രണ്ടുപേരെയും നിറഞ്ഞൊരു ഹർഷാരവത്തോടെ തന്നെ നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. കാരണം ഈ ഒരു ഫംഗ്ഷന് പൂജയെ തയ്യാറെടുപ്പിച്ചത്, ഈ ഒരു നിലയിൽ എത്തിച്ചത് കാരണം ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ചേച്ചി ജോലി വരെ രാജിവെച്ചു മോൾക്ക് വേണ്ടിയിട്ട്. ശരിയല്ലേ? ഓക്കെ, ജോലി വരെ രാജിവെച്ചിട്ടാണ് കൊച്ചിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നത്. ഞാൻ ഒരു ചെറിയൊരു സ്റ്റോറി ആയിട്ടുണ്ട്. ശ്രേയ ഘോഷാൽ എന്ന ഒരു സിംഗറിനെ, ആ സിംഗർ ഉണ്ടായത് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ അച്ഛൻ്റെ വലിയൊരു ത്യാഗമാണ്. ഒരു 6 hours ജേണി ആയിരുന്നു എന്നാണ് പറയണേ സംഗീതം പഠിക്കാനായിട്ട് ആ കൊച്ചിന് ആ ചെറിയ പ്രായത്തിൽ കൊണ്ടുപോകേണ്ടിയിരുന്നത്. പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ ജോലി രാജിവെച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് നല്ലൊരു സിംഗറിനെ കിട്ടി. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നാളെ പൂജ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള, ഞാൻ ഇവിടെ നിന്ന് മാത്രമെന്നല്ല ഞാൻ പറഞ്ഞു, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗർ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, പൂജയുടെ ഒരു കസിൻ ഇത് കണ്ടിട്ട് പുള്ളിയുടെ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയാണ്. നല്ലൊരു കയ്യിലെടുക്കാം. കസിൻ ബ്രദറാണ്, ഫുൾ ടൈം ഇവിടെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു പാരൻസിന്റെ കൂടെ തന്നെ. തപ്പൻ അയോധ്യ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പൂജയുടെയും ബാക്കിയുള്ള എല്ലാ റിലേറ്റീവ്സിനെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അധ്യാപകർ, അവരുടെ ഗുരുക്കന്മാർ രണ്ടുപേരും ഇവിടെയുണ്ട്. പേര് സതീഷ്, വിശാൽ ആൻഡ് സതീഷ്. അമ്മമ്മ, മുത്തച്ഛൻ എല്ലാവരും വന്നോളൂ പ്ലീസ്. കാരണം ഇങ്ങനത്തെ ഒരു ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിലുള്ളതോ കേരളത്തിലുള്ളതോ എല്ലാ പിള്ളേർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. പൂജ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഒരു സാന്നിധ്യം, വേദിയിൽ നിങ്ങളുടെ ഒരു സാന്നിധ്യം ആഗ്രഹിക്കുന്നു. ഞാൻ ഫാമിലി, ഒരു പ്രൗഡ് ഫാമിലി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പൂജയുടെ പ്രൗഡ് ഫാമിലിയാണിത്. സോ ഞാൻ ഇനി അവാർഡ് സെറമണിയിലേക്ക് കടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വേൾഡ് റെക്കോർഡ് ട്രോഫി, നമ്മുടെ പ്രധാനപ്പെട്ട ആ വേൾഡ് റെക്കോർഡ് ട്രോഫി പൂജയ്ക്ക് സമ്മാനിക്കാനായി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ നടത്തിപ്പിന് ഇത്രയധികം സഹായം ചെയ്ത് സപ്പോർട്ട് ചെയ്ത UAE എക്സ്ചേഞ്ച് MD ജോർജ് ആനെ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാൻ പ്ലീസ്. സർ പ്ലീസ് സർ. നല്ലൊരു കൈ കൊടുക്കുക. ഓക്കെ, താങ്ക് യു സർ. സർ ഇവിടെ നിന്നോളൂ. ഓക്കെ, സോ അടുത്തത് വേൾഡ് റെക്കോർഡ് മെഡൽ അതണിയിക്കാനായി നമ്മുടെ ഒരു വിശിഷ്ട വ്യക്തിയുടെ ഉണ്ട്. എനിക്ക് മേജർ ജനറൽ വേണുഗോപാൽ സാർ ഈ സ്റ്റേജിലുണ്ടെങ്കിൽ, ഓക്കെ വേദിയിലുണ്ട്, പ്ലീസ് നല്ലൊരു കൈയോടെ. ഓക്കെ, പൂജയുടെ റിലേറ്റീവ് കൂടിയാണ് അദ്ദേഹം, മേജർ ജനറൽ വേണുഗോപാൽ സാർ. പ്ലീസ് സർ, ഓൺ ദ ഡൈസ്. താങ്ക് യു സർ. വേണുഗോപാൽ സാർ ഒരു 2 വാക്ക് സാറോട് സംസാരിക്കാം പ്ലീസ്. ഇതൊരു വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു. പൂജ ആക്ച്വലി എൻ്റെ നീസാണ്, പ്രേം എൻ്റെ കസിനാണ്. അപ്പോൾ കുറേ നാളായിട്ട് പൂജയുടെ പ്രോഗ്രാം യൂട്യൂബ് വഴിയും, ഞാൻ ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ്, അത് ആർമിയിലായിരുന്നു, 2 കൊല്ലം മുമ്പ് റിട്ടയർ ചെയ്തു, ബാംഗ്ലൂർ സെറ്റിൽഡാണ്. പൂജയുടെ പ്രോഗ്രാം റെഗുലറായിട്ട് ഞങ്ങൾ യൂട്യൂബ് വഴി കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ടുള്ള പൂജയുടെ പ്രോഗ്രസ്
വളരെ നല്ലതായിട്ട് തോന്നി. പൂജയ്ക്ക് ഇനി മുമ്പോട്ട് പോകാനുള്ള എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വളരെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറുള്ളൊരു കുട്ടിയാണ് പൂജ. വി വിഷ് ഹർ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. സ്റ്റേ ബാക്ക് സർ പ്ലീസ്. അടുത്തത് ഏഷ്യൻ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തീർച്ചയായിട്ടും ഏറ്റവും അധികം യോഗ്യത എന്ന് തന്നെ പറയാം. കാരണം ഏഷ്യൻ URFന്റെ ഏഷ്യൻ ജൂറി ഹെഡ് കൂടെയാണ് അദ്ദേഹം. വളരെയധികം നല്ലൊരു സഹകരണമാണ്. കാരണം അതിൻ്റെതായിട്ടുള്ള ആ ഒരു പൊസിഷൻ്റെതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കാതെ വളരെയധികം സപ്പോർട്ടീവായിട്ട് പൂജയുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ ഡോക്ടർ സുനിൽ ജോസഫ് ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ കൂടെയാണ്. അദ്ദേഹത്തിന് ഞാൻ ക്ഷണിക്കുകയാണ് പ്ലീസ്. സോ ഹീസ് പ്രസന്റിംഗ് ഏഷ്യൻ റെക്കോർഡ് സർട്ടിഫിക്കറ്റ്. അടുത്തതായി ഏഷ്യൻ റെക്കോർഡ് മെഡൽ അണിയിക്കാനായിട്ട് ഏറ്റവും അധികം ഞാൻ എൻ്റെ അടുത്ത് പ്രേം ചേട്ടൻ, അതായത് പൂജയുടെ അച്ഛൻ പറഞ്ഞു സ്പെഷ്യലായിട്ട് വിളിക്കണമെന്ന് പറഞ്ഞു. പൂജയുടെ 2 ഗുരുക്കന്മാരെ, അത് വിശാൽ സാറിനെയും സതീഷ് സാറിനെയും, ഇതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് അവരുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കുക. പ്ലീസ് വിശാൽ സാറിനെയും അതുപോലെ തന്നെ സതീഷ് അന്നമനോട് രണ്ടും കൂടെ ചേർന്ന് ചെയ്യുക പ്ലീസ്. So they are presenting the Asian Record Medal. അടുത്തതായി ഏഷ്യൻ റെക്കോർഡ് ട്രോഫി പ്രസന്റ് ചെയ്യാനായിട്ട് ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ കൂടിയായ മിസ്റ്റർ ജോ പൊട്ടാസിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് പ്ലീസ് സർ. നമസ്കാരം. ഞാൻ 1992 ലിംക ബുക്കിലും 2010 ഗിന്നസ് ബുക്കിലും കയറിയ വ്യക്തിയാണ്. ഇംഗ്ലീഷ് വാക്കുകൾ റിവേഴ്സിൽ സ്പെല്ലിംഗ് പറയുന്നതിനാണ് എനിക്ക് ലോക റെക്കോർഡുള്ളത്. ഞാൻ അത്യാവശ്യം പാട്ടുകളും പാടാറുണ്ട്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷും തമിഴും പാടാറുണ്ട്. പക്ഷേ ഇതൊരു അസാമാന്യ പ്രതിഭയാണ്. പൂജയുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, കഠിനാധ്വാനം, പിന്നെ സ്വരശുദ്ധി, പിന്നെന്താണ് നല്ല ഭാവം. പാടുമ്പോൾ ആ പാട്ടുകൾ ഓരോ പാട്ട് പാടുമ്പോൾ മുഖത്ത് വരുന്നത് നല്ല പ്രൊഫഷണലായിട്ടുള്ള ഭാവമാണ്. ഈ കുട്ടിയെ ഈ നാട്ടിലൊന്നും പഠിപ്പിച്ചാൽ പോരാ എന്നാണ് എനിക്ക് രക്ഷകർത്താക്കളോട് പറയാനുള്ളത്. ലണ്ടൻ സ്കൂൾ ഓഫ് മ്യൂസിക്കിലോ ലണ്ടനിലൊക്കെ വിട്ട് പഠിപ്പിക്കണം. ഇത്ര ലോകത്തിലെ എല്ലാ ഭാഷകളിലും പാടാൻ കഴിവുള്ള ഒരു വ്യക്തിയും ഉണ്ടാവില്ല. അത് അതിമനോഹരമായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പൂജയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേടുന്നു. Thank you sir. So he is going to present the Asian Record Trophy. Finally, നമ്മുടെ ഈ റെക്കോർഡ് ഹോൾഡറിനുള്ള ബാഡ്ജ്, ആ ബാഡ്ജ് വേൾഡ് ഓഫ് റെക്കോർഡ്സിലെ ഒരു മെമ്പർ ആവുകയാണ് ഇന്നത്തോടുകൂടി പൂജ പ്രേം. അപ്പോൾ ആ ബാഡ്ജ് സമ്മാനിക്കാനായി സുനിൽ സാറിനെ തന്നെ ക്ഷണിക്കുന്നു. സോ താങ്ക് യു. ഞാൻ അവസാനമായി ഇത്രയും നല്ലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാനായി ഇവിടെ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന സാറിനോട് ഒരു 2 വാക്ക് സംസാരിക്കാനായിട്ട്. ഇങ്ങനെ ഒരു സംരംഭം പൂജയുടെ ഫാദർ ഒരു ദിവസം ഓഫീസിൽ വന്ന് എന്നെ കാണുകയുണ്ടായി. പൂജയുടെ ഒരു ചെറിയൊരു മൊബൈലിൽ ഒരു ഫിലിം കാണിച്ചു തന്നിട്ട് ഇങ്ങനെ ഒരു ഫങ്ഷനുണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഈ ഫിലിം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ കുട്ടിയുടെ കഴിവും എന്തോരം പൊട്ടൻഷ്യലും ഉണ്ടെന്ന്. അപ്പോൾ തന്നെ ഒന്നും അതിനൊരു വേവറിങ്ങും ഇല്ലായിരുന്നു. ഞങ്ങൾ അതിൻ്റെ എല്ലാം ഹെൽപ്പും ചെയ്തു തരാമെന്ന് അപ്പോൾ തന്നെ പറയുകയും ചെയ്തു. ഈ കുട്ടി എന്താ പറയുക, വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. ഇനി ജീവിതത്തിൽ
എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ പാട്ടിൻ്റെ അങ്ങേ അറ്റത്ത് എത്താനുള്ള ഭാഗ്യം കിട്ടിട്ട് നിർത്തുന്നു. താങ്ക് യു സർ. നമ്മുടെ സുനിൽ സാറിന് 2 വാക്ക് സംസാരിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗിന്നസ് കിട്ടിയതിന് ശേഷം പല പ്രോഗ്രാമുകളും ഇങ്ങനെ ജഡ്ജ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത്ര ആസ്വദിച്ച് ചെയ്ത ഒരു പ്രോഗ്രാം വേറെയില്ല. പക്ഷേ നമ്മുടെ നാടുകളിൽ ധാരാളം ആൾക്കാരുണ്ട്, ധാരാളം കഴിവുകളുള്ളവരുണ്ട്. പക്ഷേ അവരെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടെ UAE എക്സ്ചേഞ്ച്, ഈ മഹത്തായ ഒരു പ്രസ്ഥാനം ഈ കുഞ്ഞിന് വേണ്ടി ഇത്ര അധികം എഫേർട്ട് എടുത്ത് ഇത് ചെയ്ത ആ സാറിനോടും UAE എക്സ്ചേഞ്ചിനോടുള്ള ഒരു ജൂറി ഹെഡ് എന്നുള്ള രീതിയിലല്ല, ഒരു സാധാരണ ഒരു ശ്രോതാവ് എന്നുള്ള രീതിയിലുള്ള എല്ലാവിധ നന്ദിയും ഞാൻ സ്നേഹവും അദ്ദേഹത്തിന് അറിയിക്കുന്നു, പ്രസ്ഥാനത്തെ അറിയിക്കുന്നു. നന്ദി. നിങ്ങളെല്ലാവരും ഇത്ര നാൾ സഹകരിച്ചാൽ നന്ദി. എല്ലാവർക്കുള്ള നന്ദിയും സ്നേഹവും URFന്റെ പേരിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാനായിട്ട് പൂജ തന്നെ തയ്യാറാണ്. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് സൈനിങ് ഓഫ്. ഐ ആം സാജിദ്. ഞാൻ സൈനിങ് ഓഫ് ചെയ്യുകയാണ്. പൂജ നിങ്ങളോട് ലാസ്റ്റ് സംസാരിക്കും. ഞാൻ ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് എല്ലാ സപ്പോർട്ടും തന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. So, okay. Thank you a lot. Thank you.